ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധവാരത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഓശാന പാടിക്കൊണ്ട് നാം ഞായറാഴ്ച ഈശോയെ ജെറുസലേമിലേക്ക് സ്വീകരിച്ചു. ഈശോ എന്തിനാണ് ജെറുസലേമിലേക്ക് വന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടിയായിരുന്നില്ല, മറിച്ച് സഹനങ്ങളെ സ്വീകരിച്ച് കുരിശിൽ തന്നെ ബലിയർപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഈശോ കുരിശിലർപ്പിച്ച ബലിയും നൂറ്റാണ്ടുകളായി ഇസ്രായേൽ ജനം അവരുടെ പാളയത്തിന് പുറത്ത് അർപ്പിച്ച മൃഗങ്ങളുടെ ബലിയും രണ്ടിൻ്റെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്: പാപങ്ങളിൽ നിന്നുള്ള മോചനം, ജനത്തിൻ്റെ വിശുദ്ധീകരണം. അതേക്കുറിച്ചാണ് ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത്. നാം ഇന്ന് വായിച്ചു കേട്ട ഒന്നാമത്തെ വായനയിൽ ഹെബ്രായ ലേഖനം 13-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് പാളയത്തിന് പുറത്ത് ബലിയർപ്പിക്കപ്പെടുന്ന ബലിവസ്തുക്കളെക്കുറിച്ചാണ്. ഈശോയും തന്നെ ബലിയർപ്പിച്ചത് പാളയത്തിന് പുറത്താണെന്ന് ലേഖനകർത്താവ് സമർത്ഥിക്കുന്നുണ്ട്. ഇതിനു പുറകിൽ ഒരു യഹൂദ പാരമ്പര്യമുണ്ട്. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവവും അവരോടൊത്ത് യാത്ര ചെയ്യുകയാണ്. സമാഗമ കൂടാരം അവർ വസിക്കുന്ന ഇടങ്ങളുടെ ഒത്ത മധ്യത്തിൽ സ്ഥാപിക്കുന്നുണ്ട്. അവിടെ ബലിയർപ്പിക്കുമ്പോഴൊക്കെ പുരോഹിതർ പാലിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥയായിരുന്നു ബലിവസ്തുക്കൾ പാളയത്തിന് പുറത്താണ് ദഹിപ്പിക്കേണ്ടത്. ഇപ്രകാരം ബലിവസ്തുക്കൾ പാളയത്തിന് പുറത്ത് സമർപ്പിക്കുന്നതിന് ഒരു അർത്ഥമുണ്ട്. അത് അശുദ്ധിയും വിശുദ്ധിയും തമ്മിലുള്ള അകലത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പുണ്യവും പാപവും തമ്മിലുള്ള അകലത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. പാപത്തിന് പരിഹാരമാകുന്നവ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ പാടില്ല, കാരണം ദൈവത്തിന് പാപവുമായിട്ട് ബന്ധമില്ല. അതുകൊണ്ട് അതിവിശുദ്ധമായ പാളയത്തിന് പുറത്താണ് ബലിവസ്തുക്കൾ അർപ്പിക്കപ്പെടേണ്ടത്, കാരണം പാപം പാളയത്തിന് പുറത്തായിരിക്കണം. അപ്പോൾ പാപത്തെ പാളയത്തിന് പുറത്തു നിർത്തുക, ആലയത്തിൽ നിന്ന് ബഹിഷ്കരിക്കുക എന്നതിൻ്റെ സൂചനയാണ് ബലി പുറത്തർപ്പിക്കുന്നതിൻ്റെ അർത്ഥം. ഇവിടെ നാം ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞു കൊല്ലപ്പെടുന്ന മകനെക്കുറിച്ചുള്ള സൂചന നാം കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായം 9 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിനെ പ്രതീകാത്മകമായി അവതരിപ്പിക്കാൻ വേണ്ടി പ്രവാചകന്മാർ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രതീകമാണ് മുന്തിരിത്തോട്ടം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒത്തിരിയേറെ ഇടങ്ങളിൽ നാം ഈ പ്രതീകത്തെ കണ്ടുമുട്ടുന്നുണ്ട്. ദൈവം നല്ല മുന്തിരി നടുമ്പോൾ അത് പുറപ്പെടുവിച്ചത് പുളിക്കുന്ന മുന്തിരിപ്പഴങ്ങളാണെന്നൊക്കെയുള്ള സൂചനകളുണ്ട്. പക്ഷെ ഇവിടെ ഇസ്രായേലിന് മുന്തിരിത്തോട്ടത്തിലെ അവിശ്വസ്തരായ ജോലിക്കാരുടെ കഥ പറഞ്ഞുകൊണ്ട് ഈശോ അവതരിപ്പിക്കുന്നത് തൻ്റെ ബലിയെക്കുറിച്ചാണ്. ഇസ്രായേലിനെ നന്മയിലേക്ക്, ദൈവികമായ ബന്ധത്തിലേക്ക് നയിക്കാൻ വേണ്ടി, തിരികെ കൊണ്ടുവരാൻ വേണ്ടി ദൈവം അയക്കുന്ന ധാരാളം ആളുകളുണ്ട്. അത് പൂർവ്വപിതാക്കന്മാർ തുടങ്ങി ന്യായാധിപന്മാരും രാജാക്കന്മാരും പ്രവാചകന്മാരും തുടങ്ങുന്ന ഒരു നീണ്ട പരമ്പരയാണ്. ആ പരമ്പരകളെല്ലാം ഇസ്രായേൽ ജനം അവഗണിക്കുമ്പോൾ അതിൻ്റെ പരിസമാപ്തിയിലാണ് ദൈവം തൻ്റെ പുത്രനെ അയക്കുന്നത്. ഈ ലോകത്തോട് താൻ വെളിപ്പെടുത്താൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളെയും തൻ്റെ പുത്രനിലൂടെ അവിടുന്ന് വെളിപ്പെടുത്തുകയാണ്. ആ പുത്രനെ കാണുന്ന ഇസ്രായേൽ ജനം പറയുകയാണ്, വരുവിൻ, ഇവനാണ് അവകാശി, നമുക്ക് ഇവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം. അവർ അവനെ മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞു. പാളയത്തിന് പുറത്ത് ബലിയർപ്പിക്കപ്പെടുന്ന മൃഗവും മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞ് കൊല്ലപ്പെടുന്ന പുത്രനും രണ്ടുപേരും ജനത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി മാറിയ ഉത്തമമായ ബലിവസ്തുക്കളാണ്. പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ചയിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി ചിന്തിയ രക്തത്തെ, നമുക്ക് വേണ്ടി സ്വയം ബലിയായി മാറിയതിനെ നമ്മൾ ഓർക്കണം. അവൻ പട്ടണത്തിന് വെളിയിൽ ഗൊൽഗോഥായിൽ തലയോട്ടിയുടെ ഇടത്ത് ക്രൂശിക്കപ്പെട്ടത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ശരീരമാകുന്ന ആലയത്തിൽ നിന്ന്, നാം വസിക്കുന്ന ഇടങ്ങളിൽ നിന്ന് തിന്മയെ ദൂരെ അകറ്റാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ നമ്മെ ദൈവത്തോട് ഇനി ഒരിക്കലും മുറിയാത്ത ഒരു ബന്ധത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പാളയത്തിന് പുറത്ത് ബലിയർപ്പിക്കപ്പെടുന്ന മൃഗങ്ങളും പട്ടണത്തിന് വെളിയിൽ ക്രൂശിക്കപ്പെടുന്ന ഈശോയും നമ്മളെ ദൈവത്തോട് ഏറ്റവും അടുപ്പിച്ച ബലിവസ്തുക്കളാണ്. ഈശോയുടെ ഇതേ മാതൃക പിന്തുടരുന്ന അപ്പസ്തോലന്മാരെ നാം കാണുന്നുണ്ട്. പത്രോസിന്റെ കബറിടം പഴയ റോമാ നഗരത്തിന് പുറത്തായിരുന്നു. പൗലോസിന്റെ തല വെട്ടുന്നത് റോമൻ പട്ടണത്തിന് വെളിയിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ പൗലോസിന്റെ കത്തീഡ്രൽ അറിയപ്പെടുന്നത് സെയിന്റ് പോൾസ് ഔട്ട്സൈഡ് ദ വോൾസ്, മതിലുകൾക്ക് പുറത്തുള്ള ദേവാലയം എന്നാണ്. അപ്പോൾ ജനത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ഒരാൾ തന്നെ സമർപ്പിക്കുമ്പോൾ ആ സമർപ്പണത്തിന്റെ തീവ്രതയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബലിവസ്തുവിനെ പുറത്തു കൊണ്ടുപോയിരുന്നത്. അതേ രീതിയിൽ എളിമയോടെ ഈശോ തന്നെ സമർപ്പിച്ചതിനെ നാം ഓർക്കുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി അർപ്പിച്ച ബലിയെ, ആ സമർപ്പണത്തെ അനുസ്മരിക്കാനും അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി
നമ്മളെ തന്നെ സമർപ്പിക്കാനുമുള്ള ഒരു ക്ഷണം ഇതിൽ മറിഞ്ഞു കിടപ്പുണ്ട്. ആ സമർപ്പണങ്ങളെല്ലാം അഡ്രസ്സില്ലാത്ത, മേൽവിലാസങ്ങളില്ലാത്ത, ആനുകൂല്യങ്ങൾ ആവശ്യപ്പെടാത്ത ഒരു സമർപ്പണമായിരിക്കണം. അത് അജ്ഞാതമായ ഒരു സമർപ്പണമായിരിക്കണം. അപ്പോൾ മാത്രമാണ് അത് മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരമാകുന്നത്, വിശുദ്ധീകരണത്തിന് വഴിതെളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ബലിയായി തീർന്ന ഈശോയെ അനുസ്മരിച്ചുകൊണ്ട് ഈ വിശുദ്ധവാരത്തിലൂടെ നമുക്ക് ഏറ്റവും വിശുദ്ധമായ ഭാവങ്ങളോടെ കടന്നു പോകാം. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ എന്തെങ്കിലുമൊക്കെ സമർപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ അത് ഏറ്റവും അജ്ഞാതമായി, രഹസ്യമായിട്ട് ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.